ആരാധനകൾ കാര്യസാധ്യം എന്നതിനേക്കാൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായി മാറണം. പക്ഷേ അനേക ആരാധനകൾ കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവവചനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുമ്പോൾ ആരാധനകൾ കാര്യസാധ്യത്തിനു വേണ്ടിയല്ല, പിന്നെയോ ആരാധനകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ്. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ആരാധകന് ദൈവത്തിൻ്റെ മറുപടികളും അനുഗ്രഹങ്ങളും എപ്പോഴും ലഭിച്ചു എന്ന് വരാം. ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിൻ്റെ 14 വാക്യം, അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. അതെ, അബ്രഹാം തൻ്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ യാഗം കഴിക്കുവാനായി മോറിയാദേശത്തേക്ക് പോകുമ്പോൾ, അതെ, അബ്രഹാമിന് മാത്രം അറിയാമെന്ന ഒരു കാഴ്ചപ്പാടും ആരാധനയുമായിരുന്നു അത്. എന്നാൽ അബ്രഹാം മനഃപൂർവ്വമായി, ആത്മാർത്ഥമായി, സത്യസന്ധമായി തന്നോട് ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ തയ്യാറായി. അതെ, അതിൻ്റെ പരിണത ഫലം നാം തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അബ്രഹാം പ്രതീക്ഷിക്കാത്തിടത്തും കണക്ക് കൂട്ടാത്തിടത്തും നനച്ചിരിക്കാത്തിടത്തും ദൈവത്തിൻ്റെ വഴി അവനു വേണ്ടി തുറന്നു. അവൻ ചെയ്ത കാര്യങ്ങളിൽ ദൈവം അവനു വേണ്ടി പ്രസാദിച്ചു. അതെ, ഇന്ന് നമ്മളുടെയും ജീവിതത്തിൽ പല പരിശോധനകൾ കടന്നു വന്നുവെന്ന് വരാം, പല പ്രതികൂലങ്ങൾ കടന്നു വന്നുവെന്ന് വരാം. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവിക വാക്കുകൾ അനുസരിപ്പാൻ തക്കവണ്ണം ദൈവഹിതത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചാൽ, അതെ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നമ്മളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് എണ്ണിക്കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ നാം ഒരുങ്ങുന്നുവെങ്കിൽ അത്യധികമാകുന്ന ദൈവിക നന്മകളും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വേണ്ടി തുറക്കും. അതെ, ദൈവത്തിൻ്റെ കരം ഇന്നും മന്ദമായി പോയിട്ടില്ല. ദൈവത്തിൻ്റെ ചെവി ഇന്നും കേൾക്കാൻ കഴിയാതെ വണ്ണം അത് തടസ്സമായി നിൽക്കുന്നില്ല. അതുകൊണ്ട് ദൈവഹിതം അറിഞ്ഞുകൊണ്ട് ദൈവശക്തിക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.